Welcome back to Lubiz Kitchen. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെർമിസെലി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വെർമിസെലി വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു 3 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ 4 പച്ചമുളക് ചേർക്കാം, 3-4 എടുക്കാം. പിന്നെ 2 ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചത്. സവാള അരിയുമ്പോൾ നീളത്തിൽ കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു തക്കാളി കുറച്ച് വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് വെർമിസെലി ഇതുപോലെ 400 ഗ്രാമിൻ്റെ ഒരു ഫുൾ പാക്കറ്റ് വെർമിസെലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ പാക്കറ്റിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫുൾ പാക്കറ്റ് വെർമിസെലി, അതായത് 400 ഗ്രാമിൻ്റെ വെർമിസെലിയാണ്, ഇതിലേക്ക് പൊട്ടിച്ചിടണം. അപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ വെർമിസെലി കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓയിലോ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പായസം വെക്കുന്ന പോലെയുള്ള ഓയിലോ അതുപോലെ തന്നെ നെയ്യോ ഒന്നും ഒഴിക്കാതെ തന്നെ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യരുത്, ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ സവാളയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള നമ്മൾ കട്ടി കുറച്ചാണ് അത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വാടിക്കിട്ടും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താളിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ആദ്യം താളിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് താളിച്ചിട്ടാലും മതി. ഞാനിപ്പോൾ ലാസ്റ്റാണ് താളിച്ചിടുന്നത്, ഇപ്പം ഇതിലായിട്ട് താളിച്ച് ഇടുന്നില്ല. അപ്പം ആദ്യം ഒന്ന് ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വരണം, സവാള നന്നായിട്ട് കളർ ചേഞ്ചായി വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ ഏത് കറികളിൽ സവാള ഇടുമ്പോഴായാലും നന്നായിട്ട് വാടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ സവാള ഒരു 1/4 ഭാഗം വാടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ആദ്യമേ ഇടുവാണെങ്കിൽ എല്ലാം കൂടി ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് കുക്കായി കിട്ടാൻ വേണ്ടി സവാള ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം മാത്രം ഇതുപോലെ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ തക്കാളി ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തക്കാളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫ്രോസൺ സ്വീറ്റ് കോണാണ്. അപ്പോൾ അതാണെങ്കിൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഈ സ്വീറ്റ് കോൺ ഞാൻ അതിലേക്ക് ഇട്ടുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് കോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്വീറ്റ് കോൺ ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ സ്വീറ്റ് കോൺ ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഫ്രോസൺ സ്വീറ്റ് കോൺ ഒന്ന് ചൂടായി വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ തന്നെ ഒരു തക്കോലം, പിന്നെ 2 ഏലക്ക, പിന്നെ ഒരു 3 ഗ്രാമ്പു, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. ഇതിൻ്റെയൊക്കെ ഒരു മണം വന്നതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുക്കായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. വെർമിസെലി ഇട്ട് കൊടുത്താൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കൊടുക്കണം, എങ്കിലേ മാത്രമേ എല്ലായിടത്തും ആവത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വൈറ്റ് കളറിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒഴിവാക്കാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ലൊരു വൈറ്റ് കളറിൽ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ചേർത്തത് കുറച്ച് ചൂടുള്ള വെള്ളം തന്നെയാണ്. ഒരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ടി വരും. ജസ്റ്റ് ഈ വെർമസലി ഒന്ന് മുങ്ങി നിൽക്കണം, അത്ര മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. വെള്ളം ഒരിക്കലും കൂടുതലാവരുത്, കൂടിപ്പോയാൽ ഇത് കുഴഞ്ഞു പോവും. അപ്പോൾ ഒന്ന് മുങ്ങി നിൽക്കാനുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെർമസലി കുറച്ച് സ്ലിം ആയിട്ടുള്ള വെർമസലിയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ താളിച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്